അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കിങ്ങനെ ഒരു ആംപ്ലിഫയറിൽ എങ്ങനെ ബ്ലൂടൂത്ത് സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതായത് പഴയ ആംപ്ലിഫയർ, USB റീഡറോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്ത പഴയ ആംപ്ലിഫയർ, അപ്പോൾ ഓക്സ് മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ആംപ്ലിഫയറിലാണ് ഇത് ഞാൻ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഫിക്സ് ചെയ്തതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മളെ ബ്ലൂടൂത്ത് മെറ്റീരിയൽ 3.0 വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കണക്ഷനൊക്കെ ഞാൻ കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഈ ബ്ലാക്കും റെഡും വേറെ അതിൻ്റെ പവർ സപ്ലൈ ആണ്. 5 വോൾട്ടിലാണ് ഇത് വർക്ക് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ള കണക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ടിൻ്റെ കണക്ഷനാണ്. അപ്പോൾ ഞാനിവിടെ ഒരു റെഗുലേറ്റർ ഐസി യൂസ് ചെയ്യുന്നുണ്ട്, കാരണം 5 വോൾട്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 12 വോൾട്ടിലാണ് കൊടുക്കുക 5 വോൾട്ടായി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫിൽട്ടർ കപ്പാസിറ്റി കൂടി ഞാൻ ഫിക്സ് ചെയ്യുന്നുണ്ട്, കാരണം നോയ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്കിതിൻ്റെ ഫിക്സിങ്ങിലേക്ക് പോകാം, പവർ സപ്ലൈ കണക്ഷനിലേക്ക് പോകാം. അപ്പോൾ ഇത് 7805 റെഗുലേറ്റർ ഐ സി ആണ്, അതായത് 5 വോൾട്ട് ഔട്ട്പുട്ടാണ് കിട്ടുക 12 വോൾട്ട് കൊടുത്താൽ. അപ്പോൾ ഇത് 25 വാട്ടിൻ്റെ ഒരു കപ്പാസിറ്ററാണ്. അപ്പോൾ ഈ കപ്പാസിറ്റർ ഫിക്സ് ചെയ്യുന്നതിന് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലൂടൂത്ത് മുണ്ടിൽ വർക്ക് ചെയ്യുമ്പോൾ ചില നോയ്സസ് ഉണ്ടാവും, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കപ്പാസിറ്റർ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റെഗുലേറ്ററിന് 3 ലെഗ് ഉണ്ടാവുക. ഒന്ന് ഇൻപുട്ട് കണക്ഷൻ, നടുക്കത്തത് ഗ്രൗണ്ട്, മൂന്നാമത്തത് ഔട്ട്പുട്ട് 5 വോൾട്ട് ഔട്ട് അടന്ന് കിട്ടുക. കപ്പാസിറ്ററിൻ്റെ വരയിലുള്ള ഭാഗം അതിൻ്റെ ഗ്രൗണ്ടിലേക്കും വരയില്ലാത്ത ഭാഗം അതിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ ഈ രീതിയിലാണ് സോൾഡർ ചെയ്ത് വെക്കേണ്ടത്. അതിൻ്റെ സെൻറ്ററിൽ അപ്പോൾ ഗ്രൗണ്ട് കണക്ഷനിൽ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവും അതുപോലെ തന്നെ മറ്റേ ഭാഗത്ത് പോസിറ്റീവാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ MP3 മൊഡ്യൂളിൻ്റെ കണക്ഷൻ കൊടുക്കാം. അത് പവർ സപ്ലൈ കൊടുക്കേണ്ടത് അതിൻ്റെ ബ്ലാക്ക് വയർ അതിൻ്റെ ഗ്രൗണ്ടിലേക്കും അതുപോലെ തന്നെ റെഡ് വയർ അതിൻ്റെ ഔട്ട്പുട്ടിൽ, അതായത് പോസിറ്റീവിലേക്കുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ പവർ സപ്ലൈ കൊടുക്കേണ്ടത് 7805 ICയുടെ രണ്ടാമത്തെ ലെഗിൽ ഗ്രൗണ്ട് കണക്ഷൻ, അതായത് ബ്ലാക്ക് വയറും അതുപോലെ തന്നെ മൂന്നാം ലെഗിൽ റെഡ് വയർ, അതായത് 5 വോൾട്ടാണ് കിട്ടുക. അപ്പോൾ ഇതിന് 12 വോൾട്ട് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കണക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ലെഗിൽ അതിൻ്റെ റെഡ് വയർ, അതായത് പോസിറ്റീവ് വയറും അതുപോലെ തന്നെ അതിൻ്റെ സെൻറ്റർ വയർ ബ്ലാക്കും. അപ്പോൾ അതിലൂടെയാണ് നമ്മൾ 12 വോൾട്ട് പവർ സപ്ലൈ ഈ റെഗുലേറ്റർ ഐസിലേക്ക് കൊടുക്കുന്നത്. ഈ ആംപ്ലിഫയറിലാണ് ഞാൻ ബ്ലൂടൂത്ത് സെറ്റ് ചെയ്യുന്നത്. ഇതിൽ ഓക്സ് മാത്രമേ സപ്പോർട്ട് ചെയ്യും. 13 വർഷം പഴക്കമുള്ളതാണ്. അപ്പോൾ ഇത് റീപെയിൻറ്റ് ചെയ്ത് അതിൻ്റെ ഓളി നോബൊക്കെ ചേഞ്ച് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ TDA 2009 എന്ന് പറഞ്ഞൊരു IC ആണ് ഇതിൽ വന്നിരിക്കുന്നത്, സ്റ്റീരിയോ IC ആണ്. അപ്പോൾ നമുക്കിവിടെ ബ്ലൂടൂത്ത് മുട്ടിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇൻബിൽറ്റ് ആയിട്ടുള്ള FM ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ബ്ലൂടൂത്ത് മുട്ടിൽ സെറ്റ് ചെയ്യേണ്ട സ്പേസ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് 12 വോൾട്ട് പവർ സപ്ലൈ ഈ ആംപ്ലിഫയർ ബോർഡിൽ നിന്ന് നമുക്ക് എടുക്കാം. അതായത് ഞാൻ ഈ വലിയ കപ്പാസിറ്ററിൽ നിന്നാണ് ഇതിൻ്റെ കണക്ഷൻ എടുക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് വയർ അതിൻ്റെ നെഗറ്റീവ് കണക്ഷനിലേക്കും പോസിറ്റീവ് വയർ അതിൻ്റെ പോസിറ്റീവിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ വയറിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ അതിൻ്റെ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ലെഗിലേക്ക് ഞാൻ റെഡ് വയർ, അതായത് 12 വോൾട്ട് ഇൻപുട്ട് കിട്ടുന്ന വയർ കൊടുത്തു. അതുപോലെ തന്നെ ഒരു ഗ്രൗണ്ട് കണക്ഷൻ നമ്മൾ ബോർഡിലുള്ള ഒരു ഗ്രൗണ്ടിലേക്ക് സോൾഡർ ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്കിതിനി ഓപ്പൺ ചെയ്ത് നോക്കാം, ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഇതിൻ്റെ ഓഡിയോ ഇൻപുട്ടിൻ്റെ കണക്ഷൻ ഞാനിവിടെ ഓക്സിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പിൻവശത്തിൽ RCA കണക്ഷൻ്റെ ആ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഗ്രൗണ്ട് കണക്ഷൻ അതിൻ്റെ ഗ്രൗണ്ടിലേക്ക് കൊടുത്തു ഓഡിയോയുടെ. അതുപോലെ തന്നെ അതിൻ്റെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ചാനൽ അതിൻ്റെ ഇൻപുട്ടായ റൈറ്റ് ആൻഡ് ലെഫ്റ്റിലേക്ക് കണക്ട് ചെയ്ത് വെച്ചു. അപ്പോൾ വളരെ സിമ്പിളാണ്, നമ്മൾ ബോർഡിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടില്ല, അവിടെ കണക്ഷൻ കൊടുത്ത് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ അടുത്തായിട്ട് ഇതൊക്കെ നമുക്കൊന്ന് ഒതുക്കി ലെവലാക്കി വെക്കണം. അപ്പോൾ ഞാനിവിടെ ഈ ബോർഡിൽ ചെറിയൊരു ഹോൾ ഉണ്ടായിരുന്നു, അവിടെ ഞാൻ റെഗുലേറ്റർ ഐസി ഫിക്സ് ചെയ്തു. അപ്പോൾ അതിന് ഹീറ്റ് സിങ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഹീറ്റ് പേസ്റ്റൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ റെഗുലേറ്റർ ഐസി വെച്ചത്. റെഗുലേറ്റർ ഐസിയുടെ ലൈഫ് കൂടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഈ ബ്ലൂടൂത്ത് മൊഡ്യൂൾ ഒരു സ്ഥലത്ത് നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനൊരു ഡബിൾ ടാപ്പ് സ്റ്റിക്കർ ഉപയോഗിച്ചിട്ട് ഇത് സൈഡിലേക്ക് ഗ്ലൂ ചെയ്ത് വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇത് സ്വിച്ച് ഓൺ ഒക്കെയാണ്. ഓക്കെ, വല്ലാതൊരു സൗണ്ട് ഉണ്ട്. അപ്പോൾ ഈ ബ്ലൂടൂത്ത് മൊഡ്യൂൾ സ്കാൻ ചെയ്യുന്നൊരു സൗണ്ട് നമുക്ക് സ്പീക്കറിലൂടെ കേൾക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ കപ്പാസിറ്റർ വെച്ചിട്ടും ഇതിൻ്റെ സൗണ്ട് കുറഞ്ഞിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടി വലിയ കപ്പാസിറ്റർ വെച്ചിട്ട് അത് നമുക്ക് റെഡ്യൂസ് ചെയ്ത് ചെയ്യണം. അതപ്പോൾ അത് ചെയ്യുന്ന വീഡിയോ വേറെ ചെയ്യാം. അപ്പോൾ നമുക്ക് സൗണ്ട് കുറക്കാൻ കഴിഞ്ഞിട്ടില്ല, ചെറിയൊരു സ്കാനിങ് സൗണ്ട് നമുക്ക് സ്പീക്കറിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിവിടെ 3.0 BT എന്നാണ് ആ ബ്ലൂടൂത്തിൻ്റെ നെയിം കാണാൻ കഴിഞ്ഞത്. ഞാനിവിടെ സ്കാൻ ചെയ്ത് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കൊരു സോങ് പ്ലേ ചെയ്ത് നോക്കാം. Lions roaring in the morning sun,
അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഈ ബ്ലൂടൂത്ത് മൊഡ്യൂൾ ഒന്ന് നമുക്ക് ഗ്ലൂ ചെയ്ത് വെക്കാം. അത് ഞാനിവിടെ ഡബിൾ സ്റ്റെപ്പ് സ്റ്റിക്കറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വേറെ സ്പേസ് ഒന്നും കാണുന്നില്ല, ഈ രീതിയിൽ ഞാൻ കണക്ഷൻ കൊടുത്തതുകൊണ്ട്. ഇപ്പോൾ ഡബിൾ ടാപ്പ് സ്റ്റിക്കർ നമ്മൾ ഒട്ടിച്ച് അതിന് സൈഡിലേക്ക് ഞാൻ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നുന്നത്. അപ്പോൾ സ്ക്രൂ ചെയ്യാനുള്ള സ്പേസ് ഒന്നും ഈ ബോർഡിൽ കാണുന്നില്ല. അപ്പോൾ ഇവിടെ ഈ സൈഡിൽ ഞാൻ ഈ ബ്ലൂടൂത്ത് മൊഡ്യൂൾ ഗ്ലൂ ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ സക്സസ്ഫുള്ളായിട്ട് വർക്കൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളിന് എനിക്ക് ആയത് 70 രൂപയാണ്. അപ്പോൾ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഇത് എനിക്കൊരു ഗുഡ് ചോയ്സ് ആയിട്ട് തോന്നിയിട്ടില്ല. കാരണം ഇതിൽ നിന്ന് വളരെയധികം നോയ്സ് വരുന്നുണ്ട്. അതായത് ബ്ലൂടൂത്ത് മൊഡ്യൂൾ വർക്ക് ചെയ്യുന്ന നോയ്സൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ ഫിൽറ്റർ കപ്പാസിറ്റർ യൂസ് ചെയ്തു, അപ്പോൾ എന്നിട്ട് കുറഞ്ഞിട്ടില്ല. കുറച്ചുകൂടി വലിയ ഫിൽറ്റർ കപ്പാസിറ്റി ഞാൻ യൂസ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഉടൻ തന്നെ ഇടാം. അപ്പോൾ ഇതിൻ്റെ കവറൊക്കെ ഞാൻ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ ഇത് ഏകദേശം 13 വർഷം പഴക്കമുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് നോബലൊക്കെ ഞാൻ ചേഞ്ച് ചെയ്തതാണ്. അപ്പോൾ ഈ നോബേ അല്ലായിരുന്നു. അപ്പോൾ ഇത് സ്പ്രേ പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തൊരു പഴയൊരു ആംപ്ലിഫയറാണ്. അപ്പോൾ ഇതിൽ ബ്ലൂടൂത്ത് ചെയ്തു. അപ്പോൾ ഓഡിയോ ക്വാളിറ്റി ഒക്കെ ഓക്കെയാണ്, പക്ഷേ ബ്ലൂടൂത്തിൻ്റെ ഒരു ഹമ്മിങ് നോയ്സ് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.